എനിക്ക് പേടായിട്ട് വയ്യ. അമ്മയച്ഛൻ എന്തെങ്കിലും പറയുമോ? അമ്മയും അച്ഛനും എന്തു പറയാൻ? അമ്മയും അച്ഛനും ഒന്നും പറയില്ല. അമ്മൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് നിന്നെ ഇപ്പോൾ വിളിച്ചു കൊണ്ടുവന്നത്. നിന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും നല്ല സന്തോഷമായിരുന്നു. നീ ആ നരകത്തു നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് വിചാരിച്ചത് അവർ. അതെ, ഈ കാര്യത്തിൽ എൻ്റെ അമ്മയും അച്ഛനും പക്കാ സപ്പോർട്ടാണ്. നീ ആ കാര്യത്തിൽ പേടിക്കുകയേ വേണ്ട. എന്നാലും അവരെന്നാലും അല്ലേ, നീ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ വന്നോ? ഞാൻ കുറെ നേരമായി കാത്തിരിക്കുന്നു. വാ, കേറിയിരിക്ക്. വന്നോ? ഹാവ്, ഞാൻ ഏതായാലും ഒറ്റക്കായിരുന്നു. ഇപ്പൊ നീ കൂടി വന്നപ്പോ സമാധാനം. അതിനർത്ഥമാണ് നിന്റെ സമാധാനം കൂടി പോയി. നീ പോടാ മൂരാച്ചി മോത. നിന്നോട് ആരെങ്കിലും സംസാരിച്ച? എന്നോട് സംസാരിച്ചാലും എനിക്ക് ചെവി ഉണ്ടല്ലോ, ഞാൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു. കണ്ട, രണ്ടും തുടങ്ങി. പോയേ പോയേ, ഇനി ഇതടിയിൽ അവസാനിക്കോളൂ. നിങ്ങൾ പോയി കിടന്നോ. ഇപ്പൊ തന്നെ എത്ര സമയമായി? 4 മണിയായി. നിങ്ങളെ അച്ഛനമ്മയൊക്കെ എന്തൊരു പാവാ. ആണോ? അതെ, എന്റെ ശരിക്കമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ രാത്രി ഇറങ്ങി വരുന്ന ഗതി ഉണ്ടായിരുന്നില്ലല്ലോ. അത് ശരിയാ, പക്ഷേ നീ ഇപ്പം അതൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഞങ്ങളില്ലേ, ഞാനില്ലേ. ആദ്യമൊക്കെ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അമ്മയച്ഛനും നിന്റെ സ്വന്തം തന്നെ അല്ലേ. നീ അങ്ങനെ കണ്ടാൽ മതി. നിന്നെ അവരും നിന്റെ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. എനിക്കാണെങ്കിൽ അതുപോലെ മിസ് ചെയ്തിട്ട് പാടില്ല. ഇപ്പൊ നമ്മള് കെട്ടിപ്പിടിച്ചിറങ്ങേണ്ട സമയാ. വാ. ആവൂ, എത്ര നേരമായി? എനിക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലേ ഇവിടെ പറ്റില്ല. എന്താ നീ എന്താ ഇവിടെ? ഞാനിവിടെയാണല്ലോ കിടക്കാറ്, നിങ്ങൾക്കറിയില്ലേ? ആവു ഇവിടെ. അവള് പോയി. നിങ്ങൾക്ക് അവളിവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവളവിടെ ഇഷ്ടപ്പെട്ട വീട്ടിലോട്ട് പോയി. ഇഷ്ടപ്പെട്ട വീട്ടിലോട്ടോ? അവളെവിടുക്കാ പോയേ? അവൾ ആരവിന്റെ വീട്ടിലോട്ട്. അവള് വേറെ എവിടെ പോവാൻ? ആരവിന്റെ വീട്ടിലോ? അവന് എനിക്കുള്ളതാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. അവിടെ എന്തിനാ പോയേ? ഇവിടെ നിനക്ക് നാണം ഉണ്ടോടി? നാണം. അവളെ ചെക്കനെ കൊതിക്കാൻ. അവളെ ചെക്കനോ? അവനെ ഞാൻ എന്റെ ചെക്കനായിട്ടാ കണ്ടിട്ടുള്ളേ. അവനാണോ അത് സിറ്റായെങ്കിലും ഞാൻ അവനെ കൊതിച്ചിട്ടുണ്ട്. കൊതിച്ചത് ഞാൻ നേടിയിരിക്കും. എന്ത് കൊതിക്കാനാ? ഇപ്പൊ അങ്ങോട്ട് പോയാ നല്ല സീൻ കാണും. അവരിപ്പോ അവിടെ കണ്ട് ഉറങ്ങാവും. അത് കണ്ട് തൃപ്തിയായിട്ട് ഇങ്ങോട്ട് വരാം. എന്തൊക്കെ നീ പറയുന്ന? ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. അവനെ എന്റെ മോൾക്കുള്ളതാ, അല്ലാതെ ആ നശിച്ചവൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. വാടി. ചെല്ല്. അല്ലെങ്കിൽ ഞാനും വരാം. നല്ല സീൻ കാണാലോ. ഞാനിപ്പോ വരാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ അങ്ങോട്ട് പോയാ ഇവളെ അങ്ങ് പ്രേമിച്ച് കെട്ടുന്നത് നിങ്ങൾ വിചാരിക്കണ്ട. നാണം കെടാനാണ് നിങ്ങൾ പോണെന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നാണം കെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ചെല്ല്, ഞാനും വരാം. നല്ല സീൻ കാണാലോ. നീ കണ്ടോടി. ഞാനിപ്പോ അങ്ങോട്ട് പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവന്റെ മനസ്സ് മാറ്റിക്കും. എന്നിട്ട് ഇവളെ അവനെ ഞാൻ കല്യാണം കഴിപ്പിക്കും. നീ കണ്ടോ? നല്ല രസമുണ്ട് കേൾക്കാം. സീരിയൽ ഡയലോഗ് പോലെയുണ്ട്. എന്തായാലും എനിക്കൊന്ന് കാണണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അവനെ ഇസ് പറഞ്ഞ് ഇവര് ജീവിക്കട്ടെ. നീ കണ്ടോടി, ഞാനവനെ കെട്ടും. കെട്ട്. പിന്നെ കെട്ടിനെ എന്നെയും കൂടി വിളിക്കണേ. അല്ല, കെട്ടിത്തൂങ്ങി ചാവാതിരുന്നാ മതിയായിരുന്നു. നീ വാടി. നീ ഇവളെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. ശരി അപ്പേ. ഞാനുണ്ട്. അയ്യമ്മേ, സോറി. ഞാൻ എണീക്കാൻ നേരം വൈകി. സോറിയോ? എന്തിനു സോറി? എനിക്കകത്ത് കുഴപ്പമൊന്നുമില്ല. നീ വന്ന് ഉറങ്ങിയതന്നെ 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടെന്തിനു സോറി? നീ ഇവിടെ എപ്പോൾ ഉറങ്ങിയാലും എണീറ്റാലും എനിക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഫാമിലി അല്ല. നീ അങ്ങനെ കാണണ്ട കേട്ടോ. അയ്യമ്മേ, ഞാൻ അങ്ങനെ കണ്ടായില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ പാവാന്ന്. ഇപ്പൊ തന്നെ 10:30 കഴിഞ്ഞില്ലേ? അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഒക്കെ അല്ലേ. ഞാൻ 10:30 എണീറ്റപ്പോ നേരം വൈകിയപ്പോ എനിക്ക് എന്തോ പോലായി. അതാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേ. ആണോ? അത് സാരമില്ല.
മോളി ചായ മോനെ കൊണ്ടേ കൊടുക്ക. ആരോ വന്നിട്ടുണ്ടല്ലോ, ഞാൻ പോയി നോക്കാം. ആഹാ, വലിയ പുതുപ്പെണ്ണായിട്ട് നിൽക്കുകയാണല്ലോ. ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ എന്റെ മോളെ കൊണ്ട് കെട്ടിക്കാനോ ഞാൻ തീരുമാനിച്ചേ, അല്ലാതെ ഇവളെ അല്ല. നീ എന്ത് വകയില ഇവളെ കെട്ടിയേ? ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ എൻ്റെ തീരുമാനം ഒന്നും വേണ്ടേ എന്നെ കെട്ടാൻ? അതെന്നാ നിങ്ങളങ്ങ് തീരുമാനിക്കുക ഇവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് വട്ടാണോ തള്ളേ? എനിക്കറിയാലോ ഈ തള്ള ഇതൊക്കെ കേൾക്കാനാണ് ഇങ്ങോട്ട് വന്നേത്. ഞാൻ അപ്പാളെ പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇപ്പൊ എന്തായി കേട്ടോ? നീ എന്റെ വയറ്റിൽ പിറന്നോളെന്നോളൊരു അസത്തെ. ഇനി നീ ആ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കില്ല. നീ എവിടെ നിൽക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അവളിവിടെ നിൽക്കും, വേറെ എവിടെ പോവാൻ? അതെ, അവളെ ഇവിടെ തന്നെ നിൽക്കും. അവളെവിടെ ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് ആർക്കും ഏറൂല. മനസ്സിൽ പൊട്ടി. സമാധാനം. എനിക്ക് കുട്ടീനെ രണ്ടാളായി. നോക്കിക്കൂടെ പന്നിയാളെ, നിങ്ങളെ ഞാൻ ഊറ്റു. നിനക്കിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവള് പെർഫെക്റ്റ് ഓക്കെ അല്ലടി? അതെ, ഞാനൊക്കെയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാനിങ്ങോട്ട് വന്നതന്നെ എന്റെ മോളെ കൊണ്ട് ഇവനെ കെട്ടിപ്പിക്കാനാ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? അതിന് എന്റെ സമ്മതം കൂടി വേണം തള്ളേ. വല്ല ബോധവും ഉണ്ടോ നിങ്ങക്ക്? അമ്മ, എനിക്ക് അവരെ വേണം. ഇവിടെ ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് ലേശം ഉളുപ്പുണ്ടോ? നീ വാടി മോളെ. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൺ ഡേ എനിക്ക് ഇവനെ കിട്ടും. നോക്കിക്കോ, ഇത് ഞാൻ പറയുന്ന വാക്കാ. എനിക്ക് എന്റെ അമ്മയെ വിശ്വാസം. വാ അമ്മേ, പോവാ. ഈ പണ്ടാറക്കാലം എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാക്കാന്റെ സണ്ണ് ശബ്ദം ഉണ്ടാക്കി വെറുപ്പിക്കുകയാണ്. കണ്ടോ കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ സ്റ്റോറീസ് ഉണ്ടാക്കുന്നത്. ഇവന്റെ ശല്യം കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെയാണ് അവന്റെ അസുഖം. കേട്ടില്ല സോറി. അവനെ എത്ര വിളിച്ചാട്ടിയാലും അവൻ വീണ്ടും വീണ്ടും വരും. അത് അങ്ങനെയാണ് അവന്റെ ഒരു ഇത് അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? ഞാൻ എത്ര ടൈമായിരുന്നു ഈ ഒരു എഡിറ്റിങ്ങിന് പോയിരിക്കുന്നത്. അരമണിക്കൂറൊന്നുമല്ല, 2 മണിക്കൂറോളം ആവാനായി. എന്നിട്ട് ഇത് കഴിയാത്തത് എന്താണ്? ഇവന്റെ തൊള്ള കൊണ്ട്, ഇവന്റെ വായ കൊണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി പെട്ടെന്ന് വേണമെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് 1K ആക്കി തരുക. പിന്നെ വ്യൂസ് കമന്റ് ഒക്കെ വേഗം ഇടുക. കമന്റ് ഒക്കെ വേഗം ഇടാ. പിന്നെ ഹൈപ്പാക്ക. നെക്സ്റ്റ് സ്റ്റോറി ഏത് വേണമെന്ന് വേഗം കമന്റ് ചെയ്യാ. പിന്നെ വേറൊരു മാഫിയ എന്നൊരു കഥയുണ്ട്, ഞാൻ അത് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിടണമെങ്കിൽ ഈ സ്റ്റോറീസ് ഫുള്ള് ചെയ്തിട്ടാണോ അതോ ഇതിന്റെ ഇടക്ക് അതിടണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യുന്നതാണ്. ബൈ ബൈ ബൈ, പിന്നെ കാണാം.